വാലന്റൈൻസ് ഡേയിൽ പ്രണയത്തിന്റെ മാധുര്യം ആഘോഷിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരു പ്രണയം ചോരയിൽ കുതിർന്ന് നിലവിളിച്ചു. 15 വർഷം നീണ്ടൊരു പ്രണയകഥയ്ക്ക് ദാരുണമായൊരു അന്ത്യം കുറിച്ചുകൊണ്ട് നോയിഡയിലെ ഒരു കാറിനുള്ളിൽ ഒരു യുവതിയും യുവാവും വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആരെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. നോയിഡ സെക്ടർ 39 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഈ ദാരുണ സംഭവം ദുരൂഹതയായും അവശേഷിക്കുന്നുണ്ട്. രേഖ 26 വയസ്സ്, സുമിത് 32 വയസ്സ് എന്നിവരായിരുന്നു അവർ. നോയിഡ സെക്ടർ 58 സ്വദേശിനിയായ രേഖയും ഡൽഹി ത്രികോൽപുരി സ്വദേശിയായ സുമിത്തും തമ്മിൽ 15 വർഷത്തോളം നീണ്ട പ്രണയത്തിലായിരുന്നു. ഈ ബന്ധം ഇരു കുടുംബങ്ങൾക്കും അറിയാമായിരുന്നിട്ടും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി അവശേഷിക്കുകയാണ്. വെടിയൊച്ച കേട്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട നിലയിലുള്ള കാറിനുള്ളിൽ നിശ്ചലരായി കിടക്കുന്ന രേഖയുടെയും സുമിത്തിന്റെയും മൃതദേഹങ്ങൾ. സുമിത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പിസ്റ്റളും കാറിൽ നിന്ന് തിരകളും കണ്ടെത്തി. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് ഇതിനെ ആത്മഹത്യയായിട്ടാണ് കണക്കാക്കിയത്. സാധാരണയായി ഇത്തരം സംഭവങ്ങളിൽ കണ്ടുവരാറുള്ള ഒരു പ്രകോപനപരമായ സംഭവം തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ ഇതിനിടയ്ക്കാണ് മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് സുമിത് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു. രേഖ തന്നെ വഞ്ചിച്ചുവെന്നും 15 വർഷത്തെ പ്രണയത്തിന് ശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണെന്നും ഈ സന്ദേശത്തിൽ സുമിത് പറയുന്നുണ്ട്. ഈ സന്ദേശം ആത്മഹത്യാ സിദ്ധാന്തത്തിന് ബലം നൽകുന്ന ഒന്നായിരുന്നു. ഒരു വശത്ത് പ്രണയവഞ്ചനയുടെ വേദന, മറുവശത്ത് മരണത്തിന്റെ നിശബ്ദത. എന്നാൽ ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് ആരോപിച്ചുകൊണ്ട് സുമിത്തിന്റെ കുടുംബം രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. 15 വർഷമായി പ്രണയത്തിലായിരുന്ന ഇവരുടെ ബന്ധം രണ്ടു കുടുംബങ്ങൾക്കും അറിയാമായിരുന്നു. ജാതിയുടെ പേരിൽ പെൺകുട്ടിയുടെ കുടുംബം ഇവരെ നിരന്തരം പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് സുമിത്തിന്റെ ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര നമ്പറുകളിൽ നിന്നുപോലും തങ്ങൾക്ക് ഭീഷണി കോളുകൾ വന്നിരുന്നതായും ഇവർ പറയുന്നു. രേഖയുടെ ഗ്രാമത്തിന് തൊട്ടടുത്ത് വെച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇത് മറ്റൊരു ദുരൂഹതയായി അവശേഷിക്കുന്നു. പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. കൊലപാതക ആരോപണങ്ങൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളും വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. യുവാവ് യുവതിയെ കൊന്ന ശേഷം ജീവനൊടുക്കുകയായിരുന്നോ, അതോ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണോ ഇത്തരത്തിൽ കൊലപാതകത്തിൽ എത്തിച്ചത്, അതോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്.